പഠിച്ച റബ്ബെ ഈ മഹാന്മാർക്കൊക്കെ എന്ത് പറ്റി? പണ്ടൊരു ഉസ്താദ് ഉണ്ടായിരുന്നു, ഒരു പ്രസംഗം വയലിൽ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ലാസ്റ്റ് ഭയങ്കര ആളൊക്കെ ഉണ്ട്, പക്ഷേ അദ്ദേഹം ലാസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ മരിക്കാതിരിക്കണമെങ്കിൽ, നിങ്ങൾ മരിച്ചാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പരിഹാരം ഉണ്ട് പറഞ്ഞത് ഉസ്താദ് ലാസ്റ്റ് എപ്പിസോഡ് 2. നെക്സ്റ്റ് പിന്നെ ബാക്കി പറഞ്ഞില്ല. അപ്പോൾ ഈ ജനങ്ങൾക്ക് പറഞ്ഞതിൽ എങ്ങനെയെങ്കിലും പണ്ടാറടക്കിയത് മരിച്ചാതെ ജീവിതകാലം ഈ ആരാനെ പച്ചർച്ചയിൽ നിന്ന് പണ്ടാറടക്കി കള്ളും കഞ്ചാവും കുടിച്ച് ഇങ്ങനെ ജീവിച്ചു പോകാനുള്ള പൊതുവേ കമ്പം. അപ്പോൾ പിറ്റേ ദിവസം ഉസ്താദ് കൊണ്ട് വരാൻ വയ്യ, പെരും ജനപ്പെരിപ്പ്. കാരണം മരിച്ചാൽ എന്നാൽ അത്രയ്ക്ക് കഴിച്ചില്ലായില്ലേ, മരിച്ചാൽ എന്താ പരിഹാരം വെച്ചിട്ട് ജനങ്ങൾ മുഴുവൻ പിറ്റേ ദിവസം വന്ന്. എന്നിട്ട് ഉസ്താദ് അത് ലാസ്റ്റ് ഒരു വാക്ക് പറഞ്ഞു, നിങ്ങൾ മരിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ജനിക്കാതിരിക്കണം എന്ന് പറഞ്ഞു. എന്നത് പറഞ്ഞതിലൊരു കാര്യമുണ്ട്. മരിക്കാക്കണം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ജനിക്കാതിരുന്നാൽ മതി, അപ്പോൾ പിന്നെ മരിക്കൂലല്ലോ. അതിൽ പിന്നെ ഒരു വസ്തുത ഉണ്ട്. ഇതോ അല്ല, പണ്ട് മരിച്ച പോലെ അതീ കൂട്ടുമോ? അതല്ല 2026 ഇപ്പം മരിച്ച് ചൂട് കൊടുക്കുക അപ്പം തന്നെ നീപ്പിച്ചിന കാര്യം പറഞ്ഞത്, അതൊന്ന് കറക്റ്റാക്കിയ തരക്കടില്ല. ഒന്ന് നോക്കാം നമുക്ക്. മരിച്ചു പോയവർ ആരുണ്ടോ വിഷമിക്കണ്ട, മരിച്ചോലെ എണീപ്പിക്കുന്ന ഒരു സ്ഥാപനം തുറന്നുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ചൊന്ന് പഠിക്കാം. ഇന്നിപ്പോ മർക്കസ് നോളജ് സിറ്റിയിൽ കേരളത്തിലെ ആദ്യത്തെ യുനാനി മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിൽ 50 മെഡിക്കൽ കോളേജ് ഉണ്ട്. മാറാത്ത രോഗികൾ അവിടെ വന്ന് ചികിത്സിച്ച് മാറിപ്പോകുന്നു. മരിച്ച മനുഷ്യനെ എഴുന്നേൽപ്പിച്ചത് ഞാൻ കണ്ടു. എങ്ങനെയുണ്ട്? ഏത് രോഗത്തിനും അവിടെ ചികിത്സ ഉണ്ടായാലോ, ഏത് രോഗം മാറുമല്ലോ. പിന്നെ പറയുന്നത് എന്താ, മരിച്ച മനുഷ്യനെ എണീപ്പിക്കണ വരെ കണ്ടിരുന്നത്. എന്നാ പിന്നെ രോഗം മാറ്റാൻ നിൽക്കണം, മരിച്ചതിന്റെ ശേഷം പിന്നെ അവിടെ പോയാണ്ട് എണീപ്പിച്ചാ പോരെ. വല്ലാത്ത ജാതിക്കാവുമ്പോളോ.